നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നഴ്സസിന്റെ സാലറി ഹൈക്കിനെ വെച്ചിട്ടുള്ള സ്ട്രൈക്കുകൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നഴ്സസിന് 40,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2018 കഴിഞ്ഞതിന് ശേഷം വേറെ നല്ല രീതിയിലുള്ള സാലറി റിവിഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ജഗദീഷ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഓരോ ഹോസ്പിറ്റലിലെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ 4 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 200 ബെഡിൽ കൂടുതൽ ബെഡ് സ്ട്രെങ്ത് ഉള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അവർക്ക് ഏത് സംസ്ഥാനത്തായാലും ആ ഒരു സംസ്ഥാനത്ത് ഗവൺമെന്റ് നഴ്സുമാർക്ക് ലഭിച്ചിരിക്കുന്ന മിനിമം വേതനമാണ് നൽകേണ്ടത് എന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരള PSC വഴി സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 ജോയിൻ ചെയ്യുന്ന ഒരു നഴ്സിനെ സംബന്ധിച്ച് ലഭിക്കുന്ന അടിസ്ഥാന ശമ്പളം 39,300 രൂപയാണ്. അപ്പോൾ ആ ഒരു ശമ്പളം തന്നെ ഈ പറയുന്ന നഴ്സുമാർക്ക് നൽകണമെന്നുള്ളതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. വീണ്ടും അടുത്തൊരു കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി എന്നുള്ളത് 100 മുതൽ 200 വരെ ബെഡഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലെ നഴ്സുമാർക്കുള്ള ശമ്പള വർധനമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 10% കുറവ്, അതായത് ഗവൺമെന്റ് നഴ്സസിന് കിട്ടുന്നതിനേക്കാൾ ഒരു 10% കുറവിലുള്ള സാലറി നൽകണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 39,000 ഗവൺമെന്റ് നഴ്സസിന്റെ ശമ്പളം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 35,000 രൂപ 100-നും 200-നും ബെഡ് സ്ട്രെങ്ത് ഉള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് നൽകണമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും അടുത്ത മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ 50 മുതൽ 100 വരെയുള്ള ബെഡ് സ്ട്രെങ്ത് ഉള്ള ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നഴ്സസിനാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഗവൺമെന്റ് നഴ്സസിന് ലഭിക്കുന്നതിനേക്കാളും ഒരു 25% സാലറി കുറവിൽ അവർക്ക് മിനിമം ശമ്പളം നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 30,000 രൂപ അടിസ്ഥാന ശമ്പളമായിട്ട് 50-നും 100-നും ഇടയിലുള്ള ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് നൽകണമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും 50-ൽ താഴെ, അതായത് 10-20 ബെഡൊക്കെ ഉള്ള ചെറിയ ക്ലിനിക്ക് പോലെയുള്ള ചെറിയൊരു സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ മിനിമം 20,000 രൂപ സാലറി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാറ്റഗറി, ഇപ്പോഴത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 25,000-28,000 രൂപ മിനിമം സാലറി അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള നഴ്സുമാർക്ക് നൽകണമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിച്ചു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇത് 2016 ആ ഒരു സമയത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ നിന്നും ഇത്രയും വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ഇതുവരെയും സാലറി ഹൈക്കുകളോ സാലറി വ്യത്യാസങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമുക്കറിയാം, ജീവിത ചെലവുകൾ ഓരോ ദിവസവും കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ സാലറി വർധനവ് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ഹോസ്പിറ്റൽസിലും ഒരേപോലെ തന്നെ സാലറി കൊടുക്കാനായിട്ട് നിർവാഹം ഉണ്ടാവുകയില്ല. ഓരോരുത്തരുടെയും ബെഡ് സ്ട്രെങ്ത്തിന് ആനുപാതികമായിട്ട്, പേഷ്യൻസ് വരുന്നതിൻ്റെ ആനുപാതികമായിട്ട് മാത്രമായിരിക്കും ഒരുപക്ഷെങ്കിൽ അവർക്ക് ഇൻകം ലഭിക്കുകയും അതിനനുസരിച്ച് സാലറി നൽകാനായിട്ടും സാധിക്കുകയുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നഴ്സുമാർക്ക് മാത്രമല്ല സാലറി ഹൈക്ക് ഉണ്ടാവുന്നത്, അതോടൊപ്പം തന്നെ മറ്റുള്ള ഫാർമസി, ഫിസിയോതെറാപ്പി, മറ്റുള്ള പാരാമെഡിക്കൽ സ്റ്റാഫുകൾക്കെല്ലാം തന്നെ സാലറി വർധനവ് ഇതിനോട് ആനുപാതികമായിട്ട് നൽകുന്നുണ്ട്. കൂടാതെ തന്നെ അറ്റൻഡർ, പിയൂണ് തുടങ്ങിയുള്ള ക്ലിനിക്കലായിട്ടുള്ള ബാക്കിയുള്ള നോൺ ക്ലിനിക്കൽ മെമ്പേഴ്സിനും ഈ പറയുന്ന സാലറി ഹൈക്ക് ലഭിക്കുന്നതുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിൽ ഹ്യൂജ് എക്സ്പെൻസസ് ഒരു പക്ഷേങ്കിൽ ഈ സാലറി ഇനത്തിൽ ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ച് നൽകേണ്ടതായിട്ട് വന്നേക്കാം. എങ്കിൽ തന്നെ അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് തീർച്ചയായിട്ടും സാലറി വർധനവ് തീർച്ചയായിട്ടും നൽകേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് ഭാഗത്തു നിന്നും, കാരണം അവർ റിപ്പീറ്റഡ് ആയിട്ട് പെറ്റീഷൻസ് പല സമയത്തും കൊടുത്തിട്ടും വളരെ തുച്ഛമായിട്ടുള്ളൊരു സാലറി വർധനവ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 30,000-35,000 രൂപയെങ്കിലും മിനിമം സാലറി വേജസ് ആയിട്ട് നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 25,000 രൂപ മാത്രമാണ് ഒരു മിനിമം സാലറി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഗവൺമെന്റ് ഭാഗത്തു നിന്നും നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരുന്ന ദിവസങ്ങൾ ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഒരു നിയമ നടപടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു സാലറി സ്കെയിലുകൾ രൂപീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ രൂപീകരിച്ചതുപോലെയല്ല, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സാലറി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു വിജ്ഞാപനം ഇറക്കിയാൽ മാത്രമായിരിക്കാം ഹോസ്പിറ്റൽസിൽ നിന്ന് നഴ്സുമാർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സാലറി ലഭിക്കാൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഗവൺമെന്റിന് എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നഴ്സുമാരുടെ കാര്യത്തിൽ ശക്തമായിട്ട് തന്നെ ഇടപെടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നഴ്സിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, ഡോക്ടർമാരെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സമൂഹമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും കാണാതെ പോകരുത് എന്നുള്ള അപേക്ഷയാണ് ഈ ഒരു സമയത്ത് നൽകാനുള്ളത്.
അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കൂടുതൽ അപ്ഡേറ്റുകൾ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സാലറി ഹൈക്കുകൾ എന്ത് തന്നെയായാലും വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ഒരു ഗവൺമെൻറ് ആയാലും പുതിയ ഗവൺമെൻറ് ആയാലും ഉണ്ടാവുമെന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയോടെ നമ്മൾ നിർത്തുന്നു. അപ്പോൾ നഴ്സിംഗ് പഠിക്കുവാനായിട്ട് വരുന്ന കുട്ടികൾക്കായിക്കോട്ടെ, നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്കായിക്കോട്ടെ, അതുപോലെ മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകളിൽ കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെയധികം നല്ലൊരു ശുഭവാർത്തകളാണ് നമ്മൾ ഈ പറഞ്ഞ നഴ്സസിനുള്ള സാലറി ഹൈക്കിൽ നിന്നും ലഭിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേങ്കിൽ നിങ്ങളൊക്കെ പഠിച്ചിറങ്ങുന്ന സമയത്ത്, ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും പഠിച്ചിറങ്ങുന്ന സമയത്ത് ഏകദേശം 40,000 50,000 രൂപയൊക്കെ ഒരു മിനിമം സാലറി ഉണ്ടാവട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ജഗദീഷ് കമ്മിറ്റി വിശദമായിട്ടുള്ള അന്വേഷണങ്ങളും വിശകലനങ്ങളും നടത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് റിപ്പോർട്ടുകൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നഴ്സസിന് അവർക്ക് അവകാശപ്പെട്ട സാലറി നൽകുക തന്നെ വേണം. അത് ഗവൺമെൻറ് സെക്ടറിലാണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് സെക്ടറിൽ നിരവധി നഴ്സുമാരെ PSC അപ്പോയിൻമെൻറ്റ് വഴി അല്ലാതെ താൽക്കാലികമായിട്ടുള്ള വേതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വളരെ തുച്ഛമായ സാലറിയിലാണ് അവരും ജോലിക്കായിട്ട് കയറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രൈവറ്റിലായാലും ഗവൺമെൻറ്റിലായാലും നഴ്സുമാർക്ക് അവർക്ക് അവകാശപ്പെട്ട സാലറി നൽകുക എന്നുള്ളത് മാത്രമാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട അധികൃതരുടെ ചുമതല. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.